ചില ആളുകൾ ബോംബ് നിർമ്മാണവും കഴിഞ്ഞ് മറ്റ് തലത്തിലേക്ക് കണ്ണൂരിലൊക്കെ ഇന്നലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ പയ്യന്നൂരിൽ കരിവള്ളൂർ പ്രദേശത്ത്, അതായത് കരിവള്ളൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പാർട്ടിയുടെ വിപ്ലവത്തിൻ്റെ സ്ഥലമായിട്ട് കണക്കാക്കുന്നതാണ്. ഒരു ബൂത്തിൽ, ഒരു വീട്ടിൽ 10-25 BJP പ്രവർത്തകർ, ആ ബൂത്തിൽ BJP വോട്ട് വർദ്ധിച്ചു. അവിടെ ഒരു യോഗം നടന്നപ്പോൾ 300ഓളം പാർട്ടി സഖാക്കൾ വന്നിട്ടാണ് വീട് കയ്യേറുകയും അവരെ 6 മണി മുതൽ രാത്രി 11 മണി വരെ തടഞ്ഞു വെക്കുകയും അവസാനം DGP ഉൾപ്പെടെയുള്ള പോലീസുകാരെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് അവിടെ പോലീസ് നടപടി ഉണ്ടായത്, അക്രമകാരികളെ പിരിച്ചുവിട്ടത്. അത്തരത്തിലുള്ള ഭീഷണിയാണെങ്കിൽ ഞങ്ങൾ പിന്നെ സമാധാനകാംക്ഷികളായിട്ട് ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന് ശക്തമായിട്ടുള്ള അതേ നാണയത്തിൽ തന്നെയുള്ള തിരിച്ചടിയുണ്ട്. അതുകൊണ്ട് ശരിയായി വിലയിരുത്തണം തെരഞ്ഞെടുപ്പിലെ പരാജയം. എന്തിനാണ് ഇത്രയും വലിയ പ്രീണന രാഷ്ട്രീയം, ലീഗ് പോലും കാണിക്കാത്ത പ്രീണന രാഷ്ട്രീയം നിങ്ങൾ കാണിച്ചു? അതുകൊണ്ട് അപക്വമായിട്ടുള്ള ഈ വിലയിരുത്തലുമായിട്ട് CPM പോയാൽ തകർച്ചയുടെ ആഴം കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഈ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് CPIM ചെയ്യേണ്ടത്. ഇതാണ് ഇന്നലെ ഗോവിന്ദൻ പറഞ്ഞതിനെ കുറിച്ചുള്ള അഭിപ്രായം. ഇതിനകത്ത് ഒരു കാര്യം, ഇന്നലെ ഒരു കാര്യം കൂടി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു വിഷയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ മാനന്തവാടിയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള കേളുവിനെ മന്ത്രിയാക്കി. നോക്കൂ, നമ്മുടെ നാട്ടിൽ പട്ടികവർഗ സീറ്റുകൾ 2 ഒരു സീറ്റാണ് മാനന്തവാടി. എത്രമാത്രം നീചമായ ഒരു പാർട്ടിയാണ് CPIM എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേളുവിൻ്റെ ആ മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം. കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്തു, പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കേളുവിൻ്റെ കയ്യിൽ എടുത്തു മാറ്റി. നിങ്ങൾ ആലോചിച്ചു, ഒരു പട്ടികവർഗക്കാരിയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അവരോധിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പട്ടികവർഗക്കാരനായ ഒരാളെ മന്ത്രിയാക്കിയിട്ട് അയാളുടെ പ്രധാന വകുപ്പുകളെല്ലാം എടുത്തു മാറ്റിക്കളഞ്ഞു. അതൊക്കെ MP രാജേഷനും വാസവനും. എന്താ ഇതിനർത്ഥം? നീതി നിഷേധമാണ് കേളുവിനോട് കാണിച്ചിരിക്കുന്നത്. പട്ടികവർഗക്കാരോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ് ഇതിൽ കണ്ടിരിക്കുന്നത്. കേരളത്തിലെ മണ്ണിന്റെ മക്കൾക്ക് തമ്പ്രാക്കന്മാർ വെച്ചു കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പട്ടികജാതി ക്ഷേമം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കി ദേവസ്വവും മറ്റ് വകുപ്പുകളെല്ലാം ഞങ്ങൾ തമ്പ്രാക്കന്മാർ നോക്കിക്കൊള്ളാം. CPIMന്റെ അധസ്ഥിത ജനവിഭാഗങ്ങളോടുള്ള, അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള ഒരു നയ സമീപനത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കേളുവിന്റെ വകുപ്പ് എടുത്തു മാറ്റിയത് അനീതിയാണ്. രാധാകൃഷ്ണൻ കൈവശം വെച്ച എല്ലാ വകുപ്പുകളും കേളുവിന് തന്നെ കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ. എന്താ, കേളുവിന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? കേളു കേപ്പബിൾ അല്ലാത്ത ആളായിട്ടാണോ? കേളു ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നു, നല്ല അറിവുള്ള ആളാണ്. എന്താണ് സുപ്രധാനമായ 2 വകുപ്പുകൾ കേളുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള കാരണം? ഭരണപരിചയം നോക്കിയിട്ടാണോ ഇപ്പോഴത്തെ മന്ത്രിമാർക്കെല്ലാം വകുപ്പ് കൊടുത്തത്? ഒരു കാശിന്റെ ഭരണപരിചയം ഉണ്ടായിട്ടാണോ മരുമകന് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൊടുത്തത്? ഇതിന് മറുപടി നിങ്ങൾ പറയണം മുഖ്യമന്ത്രി. ഭരണപരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണോ കേളുവിന് സുപ്രധാനമായ 2 വകുപ്പുകൾ ഒഴിവാക്കിയത്? അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഏതാണ് പുതിയ മന്ത്രി ഉള്ളത്, പഴയ മന്ത്രി ഉള്ളത്? ടൂറിസം വകുപ്പും പിന്നെ പൊതുമരാമത്ത് വകുപ്പും മരുമാൻ എന്താ കൊടുത്തത്? സുപ്രധാനമായ വകുപ്പുകളെല്ലാം പുതിയ ആൾക്കാർക്ക് ആദ്യ നിയോഗത്തിൽ തന്നെ കൊടുത്തത്. എന്തുകൊണ്ടാണ് കേളുവിന്റെ വകുപ്പുകൾ എടുത്തു മാറ്റിയത്? ദേവസ്വം വകുപ്പ് ഭരിക്കാൻ കേളുവിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? MP രാജേഷിന് കൊടുത്ത വകുപ്പ് ഭരിക്കുന്നതിൽ കേളുവിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? അത് CPIM നടത്തുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടുള്ള CPIMന്റെ തമ്പ്രാൻ നയത്തിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇപ്പൊ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ട്രൈബൽ ബൂത്തുകൾ നോക്കണം. കേരളത്തിലെ പട്ടികവർഗ ബൂത്തുകളിൽ, പട്ടികജാതി ആളുകൾ താമസിക്കുന്ന ബൂത്തുകളിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനം നിങ്ങൾ പരിശോധിക്കണം. CPIM ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് എന്താണ്? പ്രതികാര നടപടിയാണോ?
പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഈഴവർ മാത്രമല്ല, അതിപിന്നോക്കക്കാരും ഒക്കെ പാർട്ടിയുടെ കൈവിട്ട് അവര് BJP-യിലേക്ക് വന്നിരിക്കുന്നു. അത് പട്ടികവർഗക്കാരുടെ പിന്തുണ നഷ്ടപ്പെടുന്നത് കൊണ്ട് കേളുവിനൊരു പണി കൊടുത്തതാണോ? അതല്ല ഒരു പട്ടികവർഗക്കാരനായതുകൊണ്ട് നീ ഇത്രയൊക്കെ മതി എന്ന് അവരോട് പറഞ്ഞതാണോ? ഈ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. കേളുവ് ഇത്രയും കഴിവുള്ള ഒരാള്, വിദ്യാഭ്യാസമുള്ള ഒരാള്, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത്? ഈ കാര്യത്തിലുള്ള വിശദീകരണം മുഖ്യമന്ത്രിയോ പാർട്ടിയോ ജനങ്ങളോട് നൽകണം, പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗം. പിന്നെ എന്താ കേളുവിന് എന്താണ് അയോഗ്യത എന്ന്? കേളുവിന് എന്തുകൊണ്ടാണ് ഒരു വകുപ്പ് മാത്രം കൊടുത്തത്? പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ എന്തുകൊണ്ട് കേളുവിന് കയ്യിൽ നിന്ന് എടുത്തു മാറ്റി? എന്താണ് മറ്റുള്ളവരിൽ നിന്ന് കേളുവിനുള്ള അയോഗ്യത? എന്താണ് പ്രതിപക്ഷം അതിനെക്കുറിച്ച് മിണ്ടാത്തത്? പ്രതിപക്ഷത്തിന് എന്താണ് അതിനെപ്പറ്റി ഒന്നും പറയാനില്ലാത്തത്? അതാ ഞാൻ പറഞ്ഞത്, മരുമകന് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ 2 വകുപ്പുകൾ കൊടുത്തത്? കൊളവാക്കിയില്ലേ രണ്ടും? റോഡും അതുപോലെ പിന്നെ ദേശീയപാത വികസനവും റോഡ് വികസനവും പാലം വികസനവും എല്ലാം ആ മനുഷ്യന് കൊളാക്കി. ടൂറിസത്തിന് ഒരു പ്രയോജനവും നമ്മുടെ നാട്ടിലില്ല. ഇത്രയും നല്ല അവസരം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് വകുപ്പ് കൊടുത്തിരിക്കുന്നത്. കേളുവിന്റെ അയോഗ്യത CPM പറയണം എന്താണ്? ഈ 2 വകുപ്പുകൾ എന്തുകൊണ്ടെടുത്തു? ഒരു കാര്യം ഇപ്പം പറഞ്ഞല്ലോ രാധാകൃഷ്ണൻ, കോളനി എന്നുള്ള പേര് മാറ്റണം. ഇതൊക്കെ വെറും ചപ്പടാച്ചി വർത്തമാനങ്ങളാണ്, ആളുകളെ വിഡ്ഢികളാക്കുന്നതിനുള്ള വർത്തമാനങ്ങളാണ്. കോളനി എന്നുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് പട്ടികവർഗ കോളനി, പട്ടികവർഗജാതി കോളനി എന്നൊക്കെയുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് പട്ടികവർഗക്കാരനായ ഒരു വകുപ്പ് മന്ത്രിയോട് ഈ അധിക്ഷേപവും അപമാനവും മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. അതൊക്കെ ഒരു പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടിയിട്ടുള്ള വെറും ചപ്പടാച്ചി വർത്തമാനങ്ങളാണ്. ഇനി കോളനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സർക്കാർ വന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ അവസ്ഥ എന്നെങ്കിലും ഒന്ന് പിന്നെ ഒരു 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 വർത്തമാനം പറഞ്ഞിട്ട് വേണമായിരുന്നു നിയമസഭയിൽ ഇത് പറയണം. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ശരിയായി കേരളത്തിലെ അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങൾ ചിന്തിക്കണം എന്നാണ് BJPക്ക് പറയുന്നത്. അവര് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് ദേവസ്വം വകുപ്പ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഈ അദ്ദേഹം കൈവശം വെച്ചിരുന്ന വകുപ്പുകൾ കേളുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറി? ഒരു എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? എനിക്കതാണ് എന്തിനാണ് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ കേളുവിനും എടുത്തു മാറ്റിയത്? കേളുവിനുള്ള അയോഗ്യതയാണ്. ഞാൻ അത്ര ചോദിച്ചുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അല്ല, എന്താണ് ഞാൻ ചോദിക്കുന്നത്? ഞാനിപ്പോൾ വേറെ ഒരു ഇന്റർപ്രിട്ടേഷനും ഞാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ ചോദ്യം, കേളുവിൻ്റെ കയ്യിൽ നിന്ന് 2 പ്രധാന വകുപ്പുകൾ എടുത്തു മാറ്റാനുള്ള അയോഗ്യത എന്താണ്? ഞാൻ ചോദിച്ച ചോദ്യം ഒരു ലോജിക്കൽ ആണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. അല്ല, എന്താണെന്ന് ഞാൻ ചോദിക്കും. എന്തുകൊണ്ടാണ് CPM കേളുവിൻ്റെ കയ്യിൽ നിന്ന്, അതായത് പിന്നെ രാധാകൃഷ്ണൻ കൈവശം വെച്ച വകുപ്പുകൾ എന്തുകൊണ്ടാണ് പിന്നെ കേളുവിന് കൊടുക്കാത്തത്? അതെന്തിനാണ് വാസവനും രാജേഷിനും കൊടുത്തത്? അതിന് മറുപടി വേണമല്ലോ. തദ്ദേശ സ്വയംഭരണം വകുപ്പുകളുണ്ട്, പിന്നെ എന്തിനാണ് കൊടുത്തത്? എല്ലാം ഉണ്ട്, എല്ലാ വകുപ്പുകളും കുളമായിരിക്കുകയാണ്. അതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? എന്താ ആദിവാസിക്ക് പട്ടികവർഗക്കാരന് ഇത് പരിചയമൊന്നും ഉണ്ടാകാൻ പറ്റില്ല? രാഷ്ട്രപതിയായിട്ടൊരു പട്ടികവർഗക്കാരി ഇരിക്കുന്ന നാട്ടിലാണ് ഈ പറയുന്നത്. ഇന്ത്യയെ പോലെ ഇത്രയും വിശാലമായ ഒരു രാജ്യത്ത് മാറ്റുന്നു. മറുവശത്ത് ഇതാണ് ചെയ്യുന്നത്. കോളനി പേരുമാറ്റം പറഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് ഈ ചതി, ഈ ഒരു വഞ്ചനാപരമായ നിലപാട് പട്ടികവർഗ സമൂഹത്തോട് കാണിച്ചിരിക്കുന്നത്. വയനാടിനെയും പട്ടികവർഗക്കാരെയും അപമാനിക്കുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. വേറെ വകുപ്പ് വേറെ ഇപ്പം മേയറെ ഭർത്താവായതുകൊണ്ടാണ് സച്ചിന് കൊടുക്കാതിരുന്നത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. മേയർ അവിടെ പരമാവധി കുളമാക്കിയത് കൊണ്ടാണ് സച്ചിൻ ദേവന് കൊടുക്കാതിരുന്നത്. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, മാധ്യമപ്രവർത്തകർക്കും അറിയാം, രാഷ്ട്രീയ പ്രവർത്തകർക്കും അറിയാം. കേളുവിന് കൊടുക്കുകയും വേണം, എന്നാൽ കേളുവിന് ഒന്നും കൊടുക്കാതിരിക്കുകയും വേണം. ഇതൊരു ഇത്രയും വൃത്തികെട്ട ഒരു സമീപനം ആയതുകൊണ്ടാണ് ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷം ഇത് ചൂണ്ടിക്കാണിക്കുമെന്നായിരുന്നു. അല്ല,
കേളുവിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. കേളുവിൻ്റെ കയ്യിൽ മറ്റ് 2 വകുപ്പുകൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ്. എന്തിനാണ് അത് എടുത്തു മാറ്റുന്നതാണ്? അല്ല, പാർട്ടി തീരുമാനമല്ലെന്ന് ഞാൻ ചോദിക്കുന്നത് എന്താണ് ന്യായീകരണം എന്നുള്ളതാണ്. ഏതിനും ഒരു ന്യായീകരണം വേണമല്ലോ. കേളുവിൻ്റെ കയ്യിൽ നിന്ന് 2 വകുപ്പുകൾ എന്തിനാണ് എടുത്തു മാറ്റിയത്? എൻ്റെ ചോദ്യം അതാണ്. ബാക്കിയുള്ള കാര്യമൊക്കെ ഇനി അവർ പറയട്ടെ, എന്നിട്ട് നോക്കാം.